2017 ഫെബ്രുവരി 17 ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന നടിയെ കാറിൽ വെച്ച് ആക്രമിച്ചത്. ഈ സംഭവം കേരളീയരെ ഒന്നാകെ ഞെട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു. ശാരീരികമായി തന്നെ ഉപദ്രവിക്കുകയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോകൾ ചിത്രീകരിക്കുകയും ചെയ്തു എന്നായിരുന്നു നടി വ്യക്തമാക്കിയ മൊഴി. നടിക്ക് സാക്ഷി നിന്നുകൊണ്ട് 28 പേര് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ കേസിന്റെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പൾസർ സുനി എന്ന ഒന്നാം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. ദിലീപ് പറഞ്ഞതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്നായിരുന്നു പൾസർ സുനിയുടെ മൊഴി. ദിലീപ് തനിക്ക് ഇനിയും പണം നൽകാനുണ്ട് എന്നും കൂടെ പൾസർ സുനി വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ദിലീപിനെയും അറസ്റ്റ് ചെയ്തു. ഈ സംഭവം കേരളീയരെ ഒന്നാകെ ഞെട്ടിച്ചിരുന്നു. ദിലീപ് കുറ്റം ചെയ്യില്ല എന്നായിരുന്നു ഒരു സംഘം പറഞ്ഞത്. അതേസമയം ദിലീപും നടിയും തമ്മിൽ മുൻവൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മറുവിഭാഗം പറഞ്ഞിരുന്നു. കേസിന്റെ പകുതി ഘട്ടത്തിലെത്തിയ സമയത്ത് ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. ആ സമയത്ത് നടിക്കൊപ്പം നിന്നവരൊക്കെ തന്നെയും കൂറുമാറുകയായിരുന്നു. 28 പേരും ഒരുമിച്ച് മൊഴി മാറ്റി പറഞ്ഞു. ഇപ്പോൾ ഇതാ 8 വർഷത്തിനിപ്പുറം കേസിന്റെ അന്തിമവിധി പുറത്തു വരാനിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരെല്ലാവരും. നിരവധി പേരാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെത്തുന്നത്. അതേസമയം നീതി ലഭിക്കണം വിക്ടിമിന് എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട്. നടി എന്തായാലും ഇത്രകാലം ഈ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 8 വർഷങ്ങൾക്കിപ്പുറം കേസിന്റെ വിധി വരാനിരിക്കുമ്പോൾ അത് എന്തായിരിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.